ഉയർത്തിപ്പിടിച്ച വസ്തുതകൾ ഇപ്പോഴും പ്രസക്തമായി ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ പ്രസക്തമായ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുമ്പോൾ അതിനെതിരായ ഒരു നിലപാട് അദ്ദേഹത്തിന് എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന അൻവറിനെ ഈ പിണറായി സഖ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം തുടർന്നു വരികയാണ്. അദ്ദേഹം വെറും 6 മാസമേ ആയിട്ടുള്ളൂ. അങ്ങനെ നോക്കിയാൽ ഒരു ട്രെയിനിങ് പീരീഡിന്റെ കാലത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ പിണറായി സഖ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരാൾ വന്നിട്ട് UDF കുറച്ചുകൂടി പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എത്രത്തോളം രാഷ്ട്രീയത്തിൽ? അതുകൊണ്ടാണല്ലോ അനുനയ ചർച്ചകൾക്ക് ഇനിയും പ്രസക്തിയില്ല എന്ന് ഞാൻ പറഞ്ഞ കാര്യം അതാണ്. കഴിഞ്ഞ 3 ദിവസമായി ഞാൻ പ്രതിപക്ഷ നേതാവുമായിട്ടും ഉപനേതാവുമായിട്ടും ആലോചിച്ച ശേഷമാണ് സംസാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഏകപക്ഷീയമായി ചെയ്തതല്ല, എല്ലാവരുമായി സംസാരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് പരിഹാരം ഉണ്ടാകും. അല്ലാതെ വേറെ ഒരു മാർഗവും ഞങ്ങളുടെ മുമ്പിൽ കാണുന്നില്ല. പിന്നെ UDF നേതാക്കൾ കൂടി ആലോചിച്ച് ഭാവി കാര്യങ്ങൾ എന്ത് വേണമെന്ന് തീരുമാനിക്കും. മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന അൻവർ ഇനി അനുനയത്തിന് തയ്യാറാണോ? അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന്റെ ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. സ്ഥാനാർത്ഥിയാകും അല്ല എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു, സ്ഥാനാർത്ഥി രംഗത്തെത്തിയിരിക്കുന്നു. ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ അദ്ദേഹം മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെയും എൻ്റെ അഭ്യർത്ഥന. ആ അഭ്യർത്ഥന ഉൾക്കൊള്ളണം എന്നാണ് ഉൾക്കൊള്ളുമെന്നാണ് എൻ്റെ വിശ്വാസം. അൻവർ പറയുന്നത് വെച്ചാണെങ്കിൽ 20 മന്ത്രിമാർ സംസ്ഥാനത്തിലേക്ക് ബംഗാളിൽ നിന്നൊരു 10 മന്ത്രിമാരും കൂടി വരുമെന്നാണ് പറയുന്നത്. അല്ല സാർ, ഇന്നലെ KC വേണുഗോപാൽ അദ്ദേഹത്തെ കൂടിക്കാഴ്ചയ്ക്ക് സമയം കൊടുത്തിരുന്നു. ഞാൻ KC വേണുഗോപാൽ വിളിച്ചിരുന്നു അദ്ദേഹത്തെ, പക്ഷെ കിട്ടിയില്ല. അതാണ് എൻ്റെ സമയം കൊടുത്തിരുന്നില്ല. അതെ, ഫോൺ ചെയ്തപ്പോൾ പുള്ളിയെ കിട്ടിയിരുന്നില്ല. അത് ഞാൻ എന്നോടും പറഞ്ഞിരുന്നു. 4-5 തവണ വിളിച്ചു നോക്കി, അദ്ദേഹം ഫോണിനെ കിട്ടിയില്ല എന്നാണ്. ഭീഷണിപ്പെടുത്തി രാജ്യഭീഷണി മുഴക്കി നിൽക്കണം. അല്ല, അങ്ങനെയൊക്കെ നടക്കും. ഈ അദ്ദേഹം LDF-നെതിരെ ഇപ്പൊ ഒന്നും പറയുന്നില്ല. 3-4 ദിവസമായി പറയുന്നത് മുഴുവൻ UDF-നെതിരെയാണ്.